മോഡിയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ ഇറ്റ്സ് എ കോംപ്ലക്സ് പേഴ്സണാലിറ്റി കേട്ടോ. ഈ ശ്രീവാസ്തവ എന്ന് പറഞ്ഞൊരു BBC കറസ്പോണ്ടൻ്റ് ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ശ്രീവാസ്തവ എന്ന് പറഞ്ഞ് പണ്ടുണ്ടായിരുന്നു, സതീഷ് ജേക്കബോ എല്ലാം കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം അന്ന് FM സ്റ്റേഷന് വേണ്ടി ഒരു റെക്കോർഡിങ് നടത്തി. എന്നിട്ട് എന്തോ കാരണവശാൽ അവരത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോയില്ല. ഇപ്പോഴവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അത്. ഇഫ് യു വോണ്ട് യു ജസ്റ്റ് ലിസൺ ടു ഇറ്റ്. 1 hour ഒരു പ്രോഗ്രാമാണത്, നരേന്ദ്രമോദി. അത് അദ്ദേഹം അവിടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കാത്ത ഒരു സമയത്ത് അദ്ദേഹവുമായിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ട് ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങനെ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല, ഇതെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ താല്പര്യം, BBCയുടെ താല്പര്യം ഈ FM സ്റ്റേഷൻ രാഷ്ട്രീയം ഡിസ്കസ് ചെയ്യത്തില്ല. ഞങ്ങളുടെ താല്പര്യം അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ പേഴ്സണാലിറ്റിയും സിനിമാ താരങ്ങളെ ആർക്ക് ഇഷ്ടമാണ്, അത്തരത്തിലുള്ളൊരിതായിട്ടുള്ളതാണ്. ആക്ച്വലി ഐ ടെൽ യു വൺ തിങ്, അത് ഞാനത് നല്ല രസമായിട്ടൊന്ന് കേട്ടു. വേണമെങ്കിൽ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ടു യു ഓൾസോ. ഒരു 1 hour അത് അവർ ഈ ഇടയ്ക്ക് FM ബ്രോഡ്കാസ്റ്റ് നടത്തി. ആൻഡ് ഇറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് റെവലേഷൻ കേട്ടോ. ഈ മനുഷ്യൻ ഹി വാസ് എ ത്രോബിങ് പേഴ്സണാലിറ്റി ഇൻ ഇറ്റ് സെൽഫ്. അപ്പം സഞ്ജീവ് കുമാർ എന്ന് പറഞ്ഞ് ഓർക്കുന്നു, അറിയാമോ? ഞാനെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹിസ് ഫേവറേറ്റ് വാസ് സഞ്ജീവ് കുമാർ ആക്ടർ. എന്നിട്ട് പാട്ടുകൾ പറഞ്ഞു, അന്നത്തെ ചില പാട്ടുകൾ ഇഷ്ടമുള്ളത്. സോ ഐ തിങ്ക് ഫ്രാങ്ക്ലി ഹീസ് നോട്ട് എ വൺ ഡയമെൻഷണൽ മാൻ. ഹീസ് എ വെരി വെർസറ്റൈൽ പേഴ്സൺ. പിന്നെ I got certain impressions of him. I don't know because I never had opportunity to mix with him. But I think he is a very lonely man. I think so. എൻ്റെ ഇൻറ്റ്യൂഷൻ അതാണ്, ഇൻറ്റ്യൂട്ടീവ് കോഗ്നിഷൻ അതാണ്. ബിക്കോസ് പൊളിറ്റിക്കൽ ക്ലാസ്സിൽ ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ റിലേറ്റ് ടു എനിബഡി ലൈക്ക് ദാറ്റ്. The kind of personality he projected ചെറുപ്പത്തിൽ തൊട്ട്, he's introspective. And so what we see outside, his oratory and all is one side of it. He has that intuitive cognition of men and matters. And he can see through things. അതൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ, ഒരു രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ചും. ദേ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ്, ബട്ട് ഐ തിങ്ക് he can look at it objectively, like that. ചൈനയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എല്ലാം എൻ്റെ അസസ്മെൻ്റ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിവിടെ പറഞ്ഞാൽ തന്നെ എല്ലാവരും നിങ്ങളെല്ലാം എന്നെ ചോദ്യം ചെയ്തില്ലേ, is it possible for him how to do it എന്ന്. ബട്ട് മൈ ഫീലിംഗ് ഈസ് he can do it. And my conviction is that he may try to do it. Very ambitious man, extremely hardworking. ചെറുപ്പത്തിലുള്ള പല സംഭവങ്ങളും ഈ ഇതിൽ പറയുന്നുണ്ട്. Extremely hardworking. So, it's a personality, especially for instance, which has been caricatured a lot in India, in terms of our current history, living history and politics. പക്ഷേ അതിനപ്പുറം വേറെ ഒരു വ്യക്തിത്വം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. I may be wrong. I have never met him. എനിക്കൊരിക്കലും ഒരു ഇൻവിറ്റേഷൻ അദ്ദേഹം പണ്ട് അയച്ചു തന്നിരുന്നു. ഗുജറാത്തിലുള്ള സമയത്ത് അവരുടെ ഈ ഒരു ഗുജറാത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ആനുവൽ ഇവൻ്റ് ഉണ്ടല്ലോ, ഗുജറാത്തിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ആനുവൽ ഇവൻ്റ് ആ സമയത്തുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. ബട്ട് ഐ വാസ് റൈറ്റിംഗ് അറ്റ് ദാറ്റ് ടൈം. അതിന് പോകാൻ എനിക്ക് അവസരം കിട്ടിയില്ലായിരുന്നു. സാർ, ചൈനയുടെ കാര്യം പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു. അന്നേരം ഷോലായ്ക്ക് ശേഷം ഷീ ജിൻപിങ് വന്നപ്പോൾ ഇത്ര പബ്ലിക് റിസപ്ഷനൊക്കെ നരേന്ദ്രമോദി കൊടുത്തു. പക്ഷെ എപ്പോഴും ഇത് നടക്കുമ്പോൾ സാർ ഒരു ബോർഡർ ഇൻകർഷൻ്റെ വാർത്ത വരും. ഗാൽവാൻ ഉണ്ടായി, അതിന് മുമ്പും ചൈനീസ് വിസിറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ബോർഡർ ഇൻകർഷൻ, ഹൂജിൻതാവ് വന്നപ്പോഴായിട്ടും ആര് വന്നാലും. അന്നേരം പ്രത്യേകിച്ചും 2014 ശേഷം ഇന്ത്യയുടെ വിദേശ നയവും ഇന്ത്യയുടെ രാഷ്ട്രീയം കൂടുതലായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പബ്ലിക് ഡിസ്കോഴ്സിൽ ഫോറിൻ പോളിസി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് നേതാക്കൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും? അവർക്ക് ഇത് ബറി ചെയ്യാനുള്ള ഇത് സമയമായി കഴിഞ്ഞു എന്നുള്ള ചിന്താഗതി മോഡിക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം ഈ ആൻറ്റി ചൈന റെറ്റോറിക്കിൽ ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല.
വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഗർവാനിലെ ക്ലാഷും എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച്. ആരും വന്നില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. ട്വിറ്ററിലോട്ട് ആരും വന്നിട്ടില്ലെന്ന് പോലും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാമേ ഈ അതിർത്തി എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ല എന്ന്. അപ്പോൾ ഈ അതിർത്തി കഴിഞ്ഞ് വന്നിട്ട് ഇന്ത്യൻ പ്രദേശം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം പറയുമോ? അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നെറേറ്റീവിനെ കുറിച്ച് അതിൻ്റെ സത്യത്തിൽ ഉള്ള അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ആ ധാരണ ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അവരുമായിട്ട് ഇടപെടുമായിരുന്നോ? ചൈനക്കാരുമായിട്ട് അവരുടെ കമ്പനികൾക്ക് വളരെ ടോട്ടലായിട്ടുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്? ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചിന്താഗതി എങ്ങനെ എവിടെ പോയി പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. പിന്നെ ആ രാജ്യത്ത് സന്ദർശിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും, സംശയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇദ്ദേഹം പറഞ്ഞ കണക്ക് പക്ഷേ ഒന്നും മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് വലിയ തടസ്സമുണ്ട് കേട്ടോ. അതിലും ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോഴ് 3ാമത്തെ ടേമാണ്. അപ്പോൾ ഈ 3ാമത്തെ ടേമെല്ലാം വരുന്ന സമയത്ത് ലെഗസിയെക്കുറിച്ച് ചിന്തിക്കാൻ ഉള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഇനി എന്താണ് ഇവിടെ വേണ്ടത്? പദവി പ്രസിഡൻ്റാണോ? ഒന്നും വേണ്ടല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ചരിത്രത്തിൽ പോകുന്ന അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹം എന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി പഠിച്ചിടത്തോളം. അപ്പോഴതിൽ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെയും എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സമയത്തുണ്ടായ ഒരു പ്രശ്നമാണ് കാശ്മീർ പോലെ. അപ്പോൾ ഇതിനെ പരിഹരിക്കുകയാണെങ്കിൽ കാശ്മീരിൻ്റെ നടക്കുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് അത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ഇവിടുത്തെ BJPയുടെ രാഷ്ട്രീയവും അതും ഇതൊക്കെ എടുക്കുമ്പോൾ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. അവർക്ക് എനിക്ക് തോന്നുന്നില്ല RSSൽ നിന്നും റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം RSS അപ്ലൈ ചെയ്യുന്ന പ്രിസം നാഷണലിസ്റ്റിക് പ്രിസമാണ്. അതിൽ മതം ഈ ചൈനയുമായിട്ട് വരുന്ന സമയം മതം കടന്നുകൂടുന്നില്ല അതിൽ. അപ്പോഴങ്ങനെയുള്ള ഒരു ഡ്രോബാക്ക് അതിലില്ല. അപ്പോൾ അത് റാഷണലൈസ് ചെയ്യുകയാണ്. ഇത് എങ്ങനെ രാജ്യത്തിന് ഇത് പ്രയോജനപ്പെടുമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരും ചിന്തിച്ചു തുടങ്ങും ഇത് ശരിയല്ലേ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഓപ്പണിങ് പ്രൈം മിനിസ്റ്റർ ചെയ്യത്തില്ല, RSSുമായിട്ട് ചർച്ച ചെയ്യാതെ ചെയ്യത്തില്ല. അതുകൊണ്ട് RSSൻ്റെ തടസ്സം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട തടസ്സം ഉണ്ടാകുന്ന ഇപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങ് തുടങ്ങും വെച്ചുകൊണ്ട് പിന്നെ ഈ പ്രാദേശിക പാർട്ടികളുടെ തലത്തിലും എല്ലാം പറഞ്ഞു കൊടുക്കും അവർക്കൊന്നും എതിർക്കാനായിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പോൾ സാധാരണ മനുഷ്യരും വിശേഷിച്ച് വെച്ചിരിക്കുന്നത് ഒരു ശത്രുക്കൾ എന്നല്ലേ, ആ ശത്രുത മനോഭാവമുണ്ട്. അതിനെ മുതലെടുക്കാൻ പറ്റും രാഷ്ട്രീയമായിട്ട്. സാറ് പറയുന്നത് ഈ ചൈനീസ് കശ്മീർ പ്രോബ്ലം പോലെ തന്നെ ഈ ചൈനീസ് പ്രോബ്ലവും സക്സസീവ് കോൺഗ്രസ് ഗവൺമെന്റ്സിന്റെ ഒരു ക്രിയേഷൻ ആണ്. നെറേറ്റീവ് അവരുടെ ആണല്ലോ. ആ നെറേറ്റീവ് ഉള്ള സമയത്ത് അവർക്ക് എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും? അപ്പൊ ഇപ്പൊ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ചൈന ഇന്ത്യൻ പ്രദേശം കീഴടക്കി എന്ന് പറയുന്നതും ഈ ഒരു നെറേറ്റീവ് ബിൽഡപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും, എന്താ സംശയം? പക്ഷേ അത് യുക്തിപൂർവ്വം അതിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അതിർത്തി ഇല്ലാത്തൊരു സമയത്ത് നമ്മളുടെ സ്ഥലം അവരുടെ സ്ഥലം എന്ന് പറയാനും വേണ്ടിയുള്ള സമയത്ത് നമ്മൾ എത്തിയിട്ടില്ല. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. ആരുടെ സ്ഥലമാണിത്, മറ്റവരുടെ സ്ഥലം. ഇതെല്ലാം സത്യം പറയുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ വളരെ വലിയ വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. ആ വേക്കൻറ്റ് സ്പേസസിൽ മനുഷ്യരില്ലായിരുന്നു. നെഹ്റുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുല്ല് പോലും വളരത്തില്ല. അത്തരത്തിലുള്ള വേക്കൻറ്റ് സ്പേസസാണ്. ആ വേക്കൻറ്റ് സ്പേസസിൽ എവിടെ ഒരു രാജ്യം വന്ന് നിൽക്കുന്നു, എവിടെ മറ്റേ രാജ്യം തുടങ്ങുന്നു, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ബ്രിട്ടീഷുകാരുടെ സമയത്തോ മറ്റോ ഒന്ന് കല്ലൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ അവിടെ. സാറേ, ഈ ഒരു പ്രതിപക്ഷം ഇത് ചർച്ചയാക്കിയാൽ സാറ് പറയുന്ന പോലെ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനെ പേടിപ്പിടിക്കുന്ന രീതിയിലൊരു പൊളിറ്റിക്കൽ നെറേറ്റീവിന് ചൈനയെ വിട്ടുവീഴ്ച എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്താൽ കൊണ്ടുവരാനുള്ള ശക്തി പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിലുണ്ടോ? അത് പക്ഷേ ഒരു കാര്യമുള്ളത്, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സന്നദ്ധതയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം.
സന്നദ്ധതയാണെങ്കിൽ ഇതിനോടുകൂടി ഈ ചിന്താഗതിക്കോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും വലിയ പാരഡോക്സ് ഇന്ത്യയിലെ ബിസിനസ്സാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ കോർപ്പറേറ്റ് ഹൗസസും അവർക്കുമൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം വരാൻ പോകുന്നത്. അവർക്ക് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പോകുന്നതിൽ വളരെ ഈ സപ്ലൈ ചെയിനെല്ലാം എടുക്കുകയാണെങ്കിൽ വളരെ ഇതാവും. ചൈന വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും കാര്യങ്ങളിലെല്ലാം എൻ്റെ ഇതിലും ഇപ്പോൾ കണ്ടു. അതുകൊണ്ടാണ് ഈ ട്രേഡ് എഫക്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ് ഇങ്ങനെയുള്ള എല്ലാ രംഗത്തും എടുക്കുകയാണെങ്കിൽ അവരുടെ സപ്ലൈ ചെയിനിൽ ഒരു വലിയ ഘടകമാണ് ചൈന. രാഷ്ട്രീയ തലത്തിൽ ബന്ധം ഏത് രീതിയിലാണെങ്കിൽ തന്നെയും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നാരേറ്റീവ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ അങ്ങനെ പറ്റുമെന്നോ. ഇപ്പോൾ ഏതാണ്ട് എത്ര തലമുറ, ഒരു 3-4 തലമുറ ആയില്ലേ? ഇന്ത്യയും ചൈനയും ആയിട്ട് നല്ല ബന്ധം വേണമെന്ന് പറയുമ്പോഴും പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധം ഇതിനൊരു തടസ്സമല്ലേ? ഇപ്പൊ റീസെന്റ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണെങ്കിലും പാകിസ്ഥാന്റെ ആയുധങ്ങളുടെ മെജോറിറ്റി സപ്ലൈ ചെയ്തിരിക്കുന്നത് ചൈനയാണെന്നാണല്ലോ ഒരു ഫാക്ച്വലി അതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇംപ്രൂവ് ആവുക? ഇന്ത്യക്ക് ആ രീതിയിൽ ഭയപ്പെടാനുണ്ടോ? ഇപ്പം പാകിസ്ഥാനും അവകാശമില്ലേ? പാകിസ്ഥാൻ ആർമി പാടില്ല എന്ന് ഇപ്പം പുടിൻ യുക്രൈനൊക്കെ പറയുന്ന കണക്ക് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്കും അവരുടെ നാഷണൽ ഡിഫൻസ് ലെജിറ്റിമേറ്റ് അല്ലേ റിക്വയർമെൻറ്റ്സ്. അവർക്കും സോഴ്സ് ചെയ്യാനുള്ള അവരുടെ കഴിവനുസരിച്ച്, പണം അനുസരിച്ച് ചൈനയുടെ വെപ്പൺസ് ചീപ്പാണ്. അവരവിടെ നിന്നും സോഴ്സ് ചെയ്യുന്നു. അതിൽ വാട്ട് ഈസ് എ പോയിന്റ് ഇൻ ഗെറ്റിംഗ് വർക്ക്ഡ് അപ്പ്? ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് നോബഡി ഈസ് സ്റ്റോപ്പിംഗ് അസ് നമ്മളുടെ ഡിഫൻസ് കേപ്പബിലിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളും വെപ്പൺ സിസ്റ്റംസ് ഒക്കെ വാങ്ങുന്നില്ലേ? ഇപ്പം ഇന്നലത്തെ പത്രത്തിൽ കിടക്കുന്നതുകൊണ്ട് ഈ സ്റ്റെൽത്ത് ഫൈറ്റർ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? പാകിസ്ഥാൻ പ്രോളപ്പെടുന്നു ഇത് കേൾക്കുമ്പോൾ. See, national defense needs are a legitimate concern for any country.